കോലമീനാണ്. ഇനി ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുടംപുളിയൊക്കെ ഇട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും സവോളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കനം കുറച്ച് അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. ഇതിനു മുമ്പ് പാലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടി മിക്സ് ചെയ്താണ് ഞാൻ പൊടിപ്പിക്കുന്നത്. ഇനി 1 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടി ചെറിയ തീയിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വയ്ക്കരുത്, പൊടിയൊക്കെ കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ച കുടംപുളി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. കുടംപുളി ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ആ ഉള്ളിയൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് വെന്ത് അലുത്ത് ചേരുകയും ചെയ്യും. പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ കറിയുടെ ചാറൊക്കെ നല്ല കുറുകിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീനിട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. കോല ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടപ്പൊന്ന് പകുതി കുറച്ച് തുറന്ന് വെച്ചിട്ട് വേണം ബാക്കി സമയം നമുക്ക് പറ്റിച്ചെടുക്കാൻ. അടപ്പ് തുറന്നതിന് ശേഷം തീ കുറച്ച് വയ്ക്കണേ. കറി പറ്റി വരുമ്പോഴത്തേക്ക് മേലിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. കറി ഇവിടെ നന്നായിട്ട് പറ്റി ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇത് ചട്ടിക്കകത്തിരുന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിക്കകത്തിരുന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഒന്നും കൂടി ചാറൊക്കെ ഒന്ന് കുറുകി വരുവേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താലാണ് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ പുതിയ വീഡിയോയുടെ.